എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു സെക്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കുറേ പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറേ പേരൊക്കെ ഇപ്പോൾ പറയുന്നു, അതായത് ജനുവരി തൊട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, ഇതുവരെ വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല, എന്താണ് കറണ്ട് സിറ്റുവേഷൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. കുറേ പേരോടൊക്കെ പറയുന്നു ഇനി അടുത്ത മാർച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കലി നിൽക്കുന്ന ആൾക്കാരടുത്ത് തൽക്കാലം ഹോൾഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ ആണ്, എന്താണ് പ്രസന്റ് സിറ്റുവേഷൻ എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലൊപ്പം കൂടാനും മറക്കാതിരിക്കുക. പിന്നെ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഒരുപാട് ഡിലേ ആയിട്ടാണ് നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തിരക്ക് കൊണ്ട് മാത്രമാണ് എന്ന് മാത്രം ഓർത്തിരിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാത്തതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നിലവിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോക്കമിൻ്റെ മെയിൽ കിട്ടി നിൽക്കുന്നവരാണെങ്കിൽ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും പറയാനായിട്ടുള്ളത്. നിലവിൽ ലോക്കമിൻ്റെ മെയിൽ കിട്ടി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കുറച്ച് താമസിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനുവരി തൊട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ജനുവരി തൊട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ റിലേഷൻസ് ഇവിടെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു നിൽക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജനുവരിയിൽ വിത്തൗട്ട് റിലേഷനിൽ, അതായത് ഇവിടെ റിലേഷൻ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ഡിലേ ആവുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ റിലേഷനൊക്കെ ഉള്ളവരുടെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നടക്കും. ബാക്കിയുള്ളവരുടെ കുറച്ച് ഡിലേ ആവും എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ആരുടെയും ക്യാൻസൽ ചെയ്തിട്ടില്ല. അതായത് ലോക്കമിൻ്റെ മെയിൽ കിട്ടിയ ആൾക്കാരുടെ പഴയ പോലെ തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ അല്പം ഡിലേ ആകും എന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, ലോക്കലി കയറുന്ന ആൾക്കാരുടെ കുറേ പേരുടെയൊക്കെ ഹോൾഡാണ്. അവർക്ക് മാർച്ചിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ കുറേ പേർക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത കുറച്ച് പേരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ മാർച്ചിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കാരണം വിശദീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെയാണ്, എന്തെങ്കിലും റീസണിൻ്റെ പുറത്തായിരിക്കും അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് വന്നാലും ഈ പറഞ്ഞ പോലെ മാർച്ചിന് ശേഷം അവർക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഇത് ബാധകമാണോ, അതായത് ഈ പറഞ്ഞ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാധകമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നോർമലി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻ്റെയൊക്കെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. വിത്തൗട്ട് റിലേഷനിൽ നിൽക്കുന്നവരുടെയൊക്കെ കുറേയൊക്കെ ഡിലേ വരും എന്നുമാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ജോലി കളയാതെ തന്നെ വെയിറ്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും ആദ്യം തൊട്ടേ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് മാത്രമേ ഇതിന് ശ്രമിക്കാവുള്ളൂ എന്ന്. ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ലോക്കം കോൺട്രാക്റ്റിൻ്റെ പീരീഡ് 6 months ആക്കി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് നേരത്തെ എന്ന് പറയുന്നത് ലോക്കം പീരീഡ് 3 months ആയിരുന്നു അല്ലേ. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസത്തെ കോൺട്രാക്ട് പീരീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിരുന്നു. ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഫുൾ സാലറിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലോക്കം പീരീഡ് എന്ന് പറയുന്നത് 6 months ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവർ ഒരു ഇത് കൊടുക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്നത് നാട്ടിൽ നിന്ന് വരുന്ന ഇവിടെ റിലേറ്റീവ്സ് ഉള്ളവർക്കാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് താമസം മാറേണ്ടതായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോക്കമിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 6 months ആയിരിക്കും. 6 monthsലേക്കുള്ള സാലറി ആയിരിക്കും ഈ പറഞ്ഞ ലോക്കം കോൺട്രാക്റ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഈ 6 months കിട്ടുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് കുറച്ച് വൈകിപ്പോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.